മോഹൻലാലിനെ പോലെ താരപരിവേഷമുള്ള ഒരാൾ ദുരന്തഭൂമിയിൽ ചെല്ലുമ്പോൾ താരത്തിൻ്റെ പുറകെ ആളുകൾ ഓടിക്കൂടും എന്ന് ചിന്തിക്കാനുള്ള പക്വത മോഹൻലാൽ കാണിക്കണം. ഈ ശ്രീ പിണറായി വിജയൻ തന്നെ അങ്ങനെ ഉണ്ടായി വന്നതല്ല, ഈ ജനത്തിൻ്റെ സൃഷ്ടിയാണ് ശ്രീ പിണറായി വിജയൻ. സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി. കാരണം പ്രകൃതി അത്ര വേദനിച്ചിരിക്കുക. പ്രകൃതി തിരിച്ചടിക്കുന്നുള്ള കാര്യം ഉറപ്പായി. മാധവ് ഗാഡ്ഗിൽ പറഞ്ഞില്ലേ, മോഹൻലാലിനെ പോലെ താരപരിവേഷമുള്ള ഒരാൾ ആ ദുരന്തഭൂമിയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ റെസ്ക്യൂ ഓപ്പറേഷൻസ് ഒരു നിമിഷമെങ്കിലും നിലയ്ക്കും. അത് ഇവിടെ എന്താണ് ആക്ച്വലി, വെള്ള വസ്ത്രം ധരിച്ച കുറച്ച് പെരുങ്കള്ളന്മാർ. സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ എങ്ങനെയാണ് പോക്കറ്റിൽ കാശെത്തിക്കാമെന്നാണ് ഇവിടുത്തെ നേതൃത്വങ്ങൾ വിചാരിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ നാശം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ശ്രീ പിണറായി വിജയനോട് കർണാടകത്തിൽ കിട്ടൂലേ, ഇവിടെ നിന്ന് തന്നെ കുത്തി തുറക്കണമെന്ന് എന്താ നിർബന്ധം? ഈ പറയുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാടിങ്ങനെ തുറക്കണം. വയനാട് ഇനി പഴയതുപോലെ ആകുമോ? ഇത് കേരളത്തിൻ്റെ ഒരു പാഠമാണോ ഈ വയനാട്? അതാണ് പാഠമാണ്. എല്ലാ പ്രതിക്ഷോഭങ്ങളും നമ്മൾ ഈ പ്രകൃതിയോടുള്ള നമ്മുടെ അറ്റാക്ക് കൊണ്ട് സംഭവിക്കുന്ന, കോറിയായിട്ടും ഡാമായിട്ടും വനനശീകരണമായിട്ടും ഒക്കെ നമ്മൾ പ്രകൃതിയെ ആക്രമിക്കുമ്പോൾ പ്രകൃതിക്ക് അതിൻ്റെ സന്തുലിതാവസ്ഥ നേടേണ്ടതുണ്ട്. അതിൻ്റെ പ്രത്യാക്രമണമായിട്ട് അത് കണ്ടാൽ മതി. വയനാട്ടിലെ ഈ ദുരന്തം നമുക്ക് നേരത്തെ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ വയനാട് ഈ ദുരന്തം സംഭവിക്കുമായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ ശ്രദ്ധിക്കണം. സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ എങ്ങനെയാണ് പോക്കറ്റിൽ കാശെത്തിക്കാമെന്നാണ് ഇവിടുത്തെ നേതൃത്വങ്ങൾ വിചാരിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ നാശം. പിന്നെ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവർ വിചാരിച്ചിരിക്കുന്ന കുറേ കെട്ടിടങ്ങൾ, ഡെവലപ്മെൻറ്റ് അങ്ങനെ വിചാരിച്ചിരിക്കുന്നത് കുറേ കെട്ടിടങ്ങൾ, അതൊക്കെയാണ്. ജനങ്ങൾക്ക് സമാധാനമായിട്ട് നല്ല ഭക്ഷണവും നല്ല വെള്ളവും നല്ല വായുവൊക്കെ കിട്ടി സമാധാനമായിട്ട് പണിയെടുത്ത് ജീവിക്കാൻ പറ്റുന്ന അറ്റ്മോസ്ഫിയറാണ് ഡെവലപ്മെൻറ്റ്. പാവപ്പെട്ടവരുടെ അപ്ലിഫ്റ്റ്മെൻറ്റാണ്, പാവപ്പെട്ടവരുടെ എംപവർമെൻറ്റാണ് ഡെവലപ്മെൻറ്റ്. ഇത് പാവപ്പെട്ടവൻ വീണ്ടും പാവപ്പെട്ടവനിലേക്ക് മാറുന്നു, തൊഴിലാളി മരിക്കുന്നവരെ തൊഴിലാളിയായിട്ട് നടക്കുന്നു, അവന് ജീവിതത്തിലൊന്ന് ഇരുന്ന് വിശ്രമിക്കാൻ സമയമില്ലാണ്ട് നടക്കുന്നു. അതാണോ ഡെവലപ്മെൻറ്റ്? കുറച്ച് പേർക്ക് മാത്രം സുഭിക്ഷമായിട്ട് ജീവിക്കാൻ കഴിയുന്നതാണോ ഡെവലപ്മെൻറ്റ്? ഞാൻ പറയുന്നത് ഇവിടുത്തെ കർഷകർ അതേ വേഷത്തിൽ നിയമസഭയിൽ എത്തണമെന്നാണ്. പണ്ട് ഇ ജോൺ ജേക്കബ് തലയിൽ തൊപ്പിപ്പാളയം വെച്ച് നിയമസഭയിൽ കയറിയിരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അതുപോലെ കയറിയിരിക്കണം തൊഴിലാളികൾ. അവർ പണിശാലകളിൽ നിന്ന് എന്ത് വേഷമാണ് ആ വേഷത്തിൽ നിയമസഭയിൽ കയറിയിരിക്കാൻ ഇടപെടണം. ഇവിടെ യുവജനങ്ങൾ അവർ ആയിരിക്കുന്ന മേഖലയിൽ നിയമസഭയിലും പാർലമെൻറ്റിലും വരാനിടയാവണം. ഇവിടെ എന്താണ് ആക്ച്വലി, വെള്ള വസ്ത്രം ധരിച്ച കുറച്ച് പെരുങ്കള്ളന്മാർ. ഞാൻ അടച്ചാക്ഷേപിക്കുന്നതല്ല കേട്ടോ, നല്ല ആൾക്കാരും അതിൻ്റെ ഇടയിലുണ്ട്. അതുകൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ നിൽക്കുന്നത്. വയനാട്ടിൽ പല ആൾക്കാർക്കും ജീവൻ തിരിച്ചു കിട്ടി എന്നേ ഉള്ളൂ. പക്ഷേ ഇനി എന്ത് ചെയ്യണമെന്ന് അവർക്കറിയണ്ട, എങ്ങനെ തുടങ്ങണമെന്ന് അവർക്കറിയണ്ട. സർക്കാർ വിചാരിച്ചാൽ ആരും മാറ്റം കൊണ്ടുവരാൻ കഴിയുമോ? അല്ല, സർക്കാരിൻ്റെ റെസ്പോൺസിബിലിറ്റി, കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റിയാണ്. അവർക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അത് പുനഃസ്ഥാപിച്ചു കൊടുക്കണം. ജീവൻ നഷ്ടപ്പെട്ടത് പുനഃസ്ഥാപിച്ചു കൊടുക്കാൻ പറ്റില്ല. അതിന് കോമ്പൻസേഷൻ അനുവദിക്കണം ജീവിച്ചിരിക്കുന്നവർക്ക്. അത് ഈ സർക്കാർ ചെയ്യുന്നുണ്ടോ? ഇല്ല, ചെയ്യുന്നില്ല. സർക്കാർ ചെയ്യുന്നതുമില്ല. അങ്ങനെ ചെയ്യുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയെ പറ്റി ഇപ്പോൾ കണ്ടിട്ടില്ല. ഒരുപാട് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം 2018 പ്രളയം വന്ന് എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ട് വീട് പോലും കിട്ടാതെ ആൾക്കാർ ക്യാമ്പിൽ കഴിയണ ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട്. അത് ചെയ്യുന്നത് കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ 2 പേർക്ക് വേണ്ടി ഹൈക്കോടതി കേസ് കൊടുത്തു. അവരുടെ വീട് നശിച്ച് ഗൃഹോപകരണങ്ങളൊക്കെ നശിച്ച് കോമ്പൻസേഷൻ ഗവൺമെൻറ് തരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ 2 കൊടുത്തപ്പോൾ പിന്നെയും വന്ന് ഇപ്പോൾ 40 കേസുണ്ട്. അപ്പോൾ എൻ്റെ ശ്രമം 2018 പ്രളയകാലത്ത് കേരളത്തിൽ ആർക്കെങ്കിലും എവിടെയെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് നഷ്ടപരിഹാരം സർക്കാരിൽ നിന്ന് മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ശ്രമം. അതിനൊരു വലിയ പണ്ഡിതൻ പറയുന്നത് കേട്ടു, കല്ല് എവിടെ നിന്ന് കിട്ടുമെന്ന്. കോറി, അതായത് 38,861 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് കോറി പാടില്ല. കോറി ഉണ്ടാക്കിയാൽ നാട് നശിച്ച്. അതിനൊരു വിദ്വാൻ പറഞ്ഞത് അറിയാമോ? പിന്നെ കല്ല് എവിടെ കിട്ടുമെന്ന്. പച്ചക്കറി എവിടെ നിന്ന് കിട്ടുന്നത്? പഴം കിട്ടുന്നത് എവിടെ നിന്നാണ്? പാല്, ഇറച്ചി, മുട്ട, ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? കല്ല് പിന്നെ അവിടെ ഇല്ലേ? തമിഴ്നാട്ടിലില്ലേ? 2 തമിഴ്നാടിൻ്റെ ജില്ല ചേർത്ത് വെച്ചാൽ മൊത്തം കേരളമായി. തമിഴ്നാട് ഇങ്ങനെ വൈഡായിട്ട് കിടക്കാല്ലേ, എന്തുമാത്രം കല്ല് ഖനനം ചെയ്തെടുക്കാൻ പറ്റും. ആന്ധ്രയിൽ കിട്ടില്ലേ, കർണാടകത്തിൽ കിട്ടൂലേ? ഇവിടെ നിന്ന് തന്നെ കുത്തി തുറക്കണമെന്ന് എന്താ നിർബന്ധം? ഈ പറയുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാടിങ്ങനെ തുറക്കണം. അതാണ് എൻ്റെ ചോദ്യം.
ഇപ്പോൾ ഈ വയനാട് പോലുള്ള ഒരുപാട് മേഖലകൾ ഇനിയുമുണ്ട്. അപ്പം അവിടെയും ഇനി ഇതുപോലുള്ള സർക്കാർ ഒരു മുൻകൈ എടുത്ത് ഇനിയെങ്കിലും ഒരു മുൻകൈ എടുത്ത് ആ ഒരു സേഫ്റ്റി ഉറപ്പാക്കിയില്ലെങ്കിൽ ഇതുപോലെ വീണ്ടും വലിയ വലിയ ദുരന്തങ്ങൾ സംഭവിക്കാൻ ഇടവരില്ലേ? സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി. കാരണം പ്രകൃതി അത്ര വേദനിച്ചിരിക്കുക. പ്രകൃതി തിരിച്ചടിക്കുന്നുള്ള കാര്യം ഉറപ്പായി. മാധവ് ഗാഡ്ഗിൽ പറഞ്ഞില്ലേ 5 വർഷത്തിനുള്ളിൽ നമ്മൾ കണ്ണാലെ കാണുമെന്ന്. കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കുറച്ചുകൂടെ നന്നായി നടത്താം. ഇന്ന് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് എന്ത് എക്യുപ്മെൻ്റ് ഉണ്ട്? ആവശ്യത്തിനുള്ള എർത്ത് മൂവേഴ്സ് ഉണ്ടോ? രാത്രി അടിച്ചു നോക്കാനായിട്ട് അക്സലാമുണ്ടോ? ഫ്ലാഷ് ലൈറ്റ് ഉണ്ടോ? വെള്ളത്തിന് അടിച്ചു നോക്കാനുള്ള ടോർച്ച് ഉണ്ടോ? ട്രെയിൻഡ് പേഴ്സണൽ ഉണ്ടോ? ഇല്ല. ഒന്നുമില്ലാത്തൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനത്തിൽ ആശ്രയിച്ച് കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ജീവിക്കും? വയനാട് ദുരന്ത ഭൂമിയിൽ ഇപ്പം മോഹൻലാൽ ഇപ്പം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മിലിറ്ററി വേഷത്തിൽ വന്നു, അത് സൈനികരുടെ ഒരുപാട് സമയം നഷ്ടപ്പെടുത്തി, അങ്ങനെയൊക്കെ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് വേറെ ആരും വന്നിട്ടില്ല, അവർക്ക് വരാനുള്ള അനുവാദവും ഇല്ലായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയുക? അത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അത് അങ്ങനെ വന്നത് ശരിയാണോ? ഇപ്പോൾ ഇത്രയും നാൾ ഞാൻ 10-12 വർഷമായി ഈ കേരളത്തിലുടനീളം നടന്ന് കരഞ്ഞു പറയുന്നു. സിനിമാ നടന്മാരായ ശ്രീ അശോകൻ, ശ്രീ പൃഥ്വിരാജ്, പിന്നെ ശ്രീ സന്തോഷ് പണ്ഡിറ്റ്, ഈ 3 പേരല്ലാതെ ഒരു മോറൽ സപ്പോർട്ട് എങ്കിലും തന്ന വേറെ ആരുമില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല. നമ്മൾ ഇവരുടെ സിനിമ കണ്ടില്ലെങ്കിൽ ഇവരുണ്ടോ? ഉണ്ടോ? ഇവരില്ല. അപ്പോൾ നമ്മളുടെ ഒരു ജീവൽ പ്രശ്നത്തിൽ കൂടെ നിൽക്കാൻ ഇവർ തയ്യാറാവണ്ടേ? പക്ഷേ അത് തയ്യാറാവുന്നില്ല എന്ന് കാണുമ്പോൾ ദുഃഖമുണ്ട്. ഇനിയും അവർക്ക് സമയമുണ്ട്. അവരതിന് തയ്യാറാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം. മോഹൻലാൽ ഇപ്പോൾ അവിടെ വന്നത് അതിനെക്കുറിച്ച് ഭയങ്കര ചർച്ചയായി. പട്ടാളക്കാരുടെ സമയം നഷ്ടപ്പെടുത്തി, മോഹൻലാൽ യൂണിഫോമിൽ വന്ന് ഒരുപാട് ഫോട്ടോ എടുത്ത് അങ്ങനെ ഒരുപാട് സമയങ്ങൾ നഷ്ടപ്പെടുത്തി. അത് അങ്ങനെ ഒരു ഇതിലോട്ട് പോയിട്ടുണ്ടോ? അത് ശ്രദ്ധിക്കണമല്ലോ. മോഹൻലാലിനെ പോലെ താരപരിവേഷമുള്ള ഒരാൾ ദുരന്ത ഭൂമിയിൽ ചെല്ലുമ്പോൾ താരത്തിൻ്റെ പുറകെ ആളുകൾ ഓടിക്കൂടും എന്ന് ചിന്തിക്കാനുള്ള പക്വത മോഹൻലാൽ കാണിക്കണം. പക്ഷെ അത് കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ലേ? നമ്മൾ അവിടെ ചെന്ന് റെസ്ക്യൂ ഓപ്പറേഷൻസ് ചെയ്യുന്നത് വലിയ കാര്യം. അവിടെ ചെല്ലാതെയും ചെയ്യാമല്ലോ. അവർക്ക് വേണ്ടത്, ആശ്രിതർക്ക് വേണ്ടത് ഇപ്പോൾ പണമാണ്, വീടാണ്, സ്ഥാവര ജംഗമ വസ്തുക്കളാണ്. അത് കൊടുത്താൽ പോരെ? പക്ഷെ അത് കൂടാതെ തന്നെ അവിടെ യൂണിഫോമിൽ ചെന്നിട്ട് മോഹൻലാൽ പറഞ്ഞതെന്ന് വെച്ചാൽ മിലിറ്ററി ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് പോയത്. പക്ഷേ വിശ്വശാന്തി എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ ഉണ്ട്. അവിടെ വെച്ച് തന്നെ ആ യൂണിഫോമിൽ തന്നെ ആ ഒരു എത്ര കോടി രൂപയുടെ ഒരു ഇതും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. നല്ലതല്ലേ? അത് നല്ലതാണ്. പക്ഷെ അത് എല്ലാവരും പറഞ്ഞു മിലിറ്ററി യൂണിഫോം എന്ന് പറയുന്ന ഒരു കേണലല്ലേ മോഹൻലാൽ? അതെ അതെ. അത് മിലിറ്ററി യൂണിഫോമിൽ അവിടെ ചെല്ലുന്നതൊന്നും തെറ്റൊന്നുമല്ല. പക്ഷേ മോഹൻലാലിനെ പോലെ താരപരിവേഷമുള്ള ഒരാൾ ആ ദുരന്ത ഭൂമിയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ റെസ്ക്യൂ ഓപ്പറേഷൻസ് ഒരു നിമിഷമെങ്കിലും നിലയ്ക്കും. അത് ചിന്തിക്കണമായിരുന്നു. 2 മണിക്കൂർ ഉണ്ടായിരുന്നു. അത് ചിന്തിക്കണമായിരുന്നു. അത്രേ ഉള്ളൂ. വേറെ മോഹൻലാൽ കാണിച്ചാലൊന്നും ഒരു തെറ്റും പറയാൻ കഴിയില്ല. നന്മ തന്നെയാണ്. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നാണ് പറയണേ. താരപരിവേഷമുള്ള ആൾ അതൊന്നും ചിന്തിക്കണമായിരുന്നു. ഒരുപാട് നന്മ ചെയ്യുന്നുണ്ട്. സ്വന്തം ഫണ്ടിൽ നിന്നും പൈസ കൊടുത്തിട്ടുണ്ട്, ഫൗണ്ടേഷനിൽ നിന്നും ഒരുപാട് കോടികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഇപ്പം എല്ലാവരെയും ഒരു സംശയം, അഖിൽമാരാർ സോഷ്യൽ മീഡിയയിലൊക്കെ ബിഗ് ബോസ് 7 ഭയങ്കര ഒരു ഇതായിരുന്നു. അഖിൽമാരാർ ഉൾപ്പെടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫണ്ടൊന്നും പാവങ്ങളിലേക്ക് എത്തത്തില്ല. എന്ത് തെളിവാണുള്ളത്? 2018 കൊടുത്ത ഫണ്ടിൻ്റെ വിവരാവകാശ കമ്മീഷൻ കൊടുത്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതും അതുപോലെ ആയി തീരുമോ? എല്ലാവരും വല്ലതും സഹായിക്കുന്നത് നേരിട്ട് സഹായിക്കണം എന്ന് പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മുടെ സർക്കാരിനെ വിശ്വസിക്കണം. എനിക്ക് അങ്ങനെയൊന്നും അടച്ച് പറയാൻ പറ്റത്തില്ല. നമ്മുടെ സർക്കാരിനെ വിശ്വസിക്കണം. സർക്കാർ വഴിവിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വിധി എന്നല്ലാതെ എന്താ പറയുക? അത് നമ്മുടെ ഫേറ്റാണ്. ഇപ്പോഴത്തെ ഒരു സർക്കാരിൻ്റെ ഒരു എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ ഇപ്പോഴത്തെ ഒരു ഭരണത്തെക്കുറിച്ച്? ഇപ്പം 8ാമത്തെ വർഷത്തിലോട്ട് പോകാൻ പോകണം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ശ്രീ പിണറായി വിജയനോട് ഒരു ബഹുമാനമുണ്ട്. കാരണം എന്താണെന്നറിയാം? ഈ ജനത്തെ അടിച്ചമർത്തി ഭരിക്കാൻ കഴിയുന്നുണ്ട്. സ്വന്തം പാർട്ടിക്കാരെ തന്നെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്നുണ്ട്. ആ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഈ ശ്രീ പിണറായി വിജയൻ തന്നെ അങ്ങനെ ഉണ്ടായി വന്നതല്ല. ഈ ജനത്തിൻ്റെ സൃഷ്ടിയാണ് ശ്രീ പിണറായി വിജയൻ. ഈ ജനം എങ്ങനെയാണോ അവരെ എങ്ങനെ നയിക്കണമെന്ന് അദ്ദേഹം നന്നായി പഠിച്ചിട്ടുണ്ട്. അങ്ങനെ വളർന്നു വന്നതാണ്. പിന്നെ കുറച്ചുകൂടെയൊക്കെ ഈ വളർത്തിയ ജനങ്ങളെ ഒന്ന് പരിഗണിക്കാം. അത്രേ എനിക്ക് പറയാം. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇപ്പം മകളുടെ കേസായാലും അങ്ങനെ ഒരുപാട് കേൾക്കുന്നു. ഞാൻ അക്കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കാരണം ഞാൻ ഈ വിഷയം ആദ്യമായിട്ട് സംസാരിച്ചത് ശ്രീ പിണറായി വിജയനോടാണ്.
അദ്ദേഹം ക്ഷമയോടെ അത് കേട്ടിരിക്കാനും അതിനൊരു പരിഹാരം ചെയ്യാനും ശ്രമിക്കും എന്ന് വാഗ്ദാനം ചെയ്ത ആളാണ്. ഇനിയും ആ വാഗ്ദാനം അദ്ദേഹത്തിന് പാലിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ.